ആദ്യം സിനിമയിൽ പാടി ഞാൻ 61-ലാണ് എനിക്കൊന്ന് ഞാനത് വായിച്ചിട്ടുണ്ട്. അതായത് അത് പറഞ്ഞുതരാം. 61-ലെ കാര്യം കൂടി പറഞ്ഞു വന്നപ്പോഴാണ് ഇതൊക്കെ കിടക്കാൻ ഡൈവേർഷൻ വന്നത്. കാരണം ആ പാട്ട് പാടാൻ വേണ്ടി അവിടെ പോയപ്പോൾ ആദ്യം ഞാൻ പാടേണ്ട പാട്ട് റിഹേഴ്സൽ കഴിഞ്ഞത് കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ്. അത് എം പി ശ്രീനിവാസൻ സാർ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ആ എക്സ്പ്രഷനൊക്കെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പാടുകയാണ്, അപ്പോൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ട്, അല്ലാതെ നമ്മുടെ അഭിപ്രായമൊന്നും പറയാവുന്നൊരു ഇതുമല്ല. കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് കൈ, അത് ബഹദൂർ സാറും വേറെ ആരോട് ചേർന്ന് പാടേണ്ട പാട്ടാണ്. അപ്പോൾ ഇതാണ് ആദ്യം പാടേണ്ട പാട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മദ്രാസിൽ ആ പോക്ക് കൊണ്ട് പെട്ടെന്ന് എനിക്കൊരു ടൈഫോയിഡ് അറ്റാക്ക് പോലെ വന്നു. കാരണം അവിടുത്തെ വെള്ളത്തിൻ്റെയോ നമ്മൾ പുതുതായിട്ട് അങ്ങോട്ട് മാറിയതിൻ്റെയോ ഒക്കെ എന്തൊക്കെ ഉണ്ട്. അതാണെന്ന് നമുക്കിപ്പോൾ തോന്നുന്നില്ല, കാരണം ദൈവനിശ്ചയം വേറെയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ആയല്ലോ എന്നുള്ളതുകൊണ്ട് KS ആൻ്റണിക്ക് പിന്നെയും ഒരു വിഷമമുണ്ട്. മറ്റുള്ളവർക്ക് അവരവരുടെ നിലനിൽപ്പിൻ്റെ ചിന്തയായി. അവിടെ യേശുദാസെന്നോ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആവുന്ന ചിന്തകളൊന്നും വന്നില്ല. അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അവിടെ എന്ത് പറഞ്ഞു, ഏതായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു 4 വരി കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇതൊക്കെ പിന്നെയാണ് അറിയുന്നത്. അങ്ങനെ ഏറ്റവും മഹത്തായ ആ 4 വരിയാണ് ഞാൻ പാടിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ല. അപ്പോൾ ഈ നിശ്ചയം ആരുടെയാണ്? ഏറ്റവും ആദ്യം നമ്മുടെ നാക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിൽ നിന്ന് വരാൻ പറ്റിയ കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പല്ല. അതിന് പകരം ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെത് ഇപ്പോഴും. ആ ഒരു ടൈഫോയിഡ് എപ്പോഴും ആ വരികളിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇതിനേക്കാൾ ഒരു മഹത്തായിട്ടുള്ളൊരു വരി ഏതാ വേണ്ടേ?